കഴിഞ്ഞ ആഴ്ച എനിക്ക് ഭയങ്കര ഒരു കോൾഡ് പിടിച്ചു. ഐ തിങ്ക് ഐ ഓവർ വർക്ക്ഡ് ആൻഡ് ഡിഡ്ന്റ് ഗെറ്റ് ഇനഫ് റെസ്റ്റ്. എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ച് അമിതമായിട്ട് ജോലി ചെയ്തു, റെസ്റ്റും കിട്ടിയില്ല. അതാണ് കാരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് ഐ തിങ്ക്. ഐ ഹവ് ബീൻ ടേക്കിംഗ് സം മെഡിസിൻ ആൻഡ് സ്ലീപ്പിംഗ് വെൽ. ഞാൻ കുറച്ച് ദിവസമായിട്ട് മരുന്നെല്ലാം കഴിച്ച് നന്നായിട്ട് ഉറങ്ങുകയാണ്. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് എൻ്റെ ഒരു റുട്ടീൻ ഇങ്ങനെയാണ് എന്നാണ് പറയുന്നത്. സോ ഐ ആം ഫീലിംഗ് മച്ച് ബെറ്റർ നൗ. അതുകൊണ്ട് എനിക്കിപ്പോൾ നല്ല ഭേദമായിട്ട് തോന്നുന്നു, നല്ല സുഖം തോന്നുന്നുണ്ട്. മച്ച് ബെറ്റർ, വളരെയധികം ഭേദമായിട്ട് എനിക്ക് ഇപ്പോൾ തോന്നുന്നു. അപ്പം ഇതൊരു ആൻസർ. ഇപ്പോൾ ഇങ്ങനെയും നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, എൻ്റെ കാലൊന്ന് ഉളുക്കി ജോഗ് ചെയ്തതിൻ്റെ ഇടയ്ക്ക് ഐ സ്പ്രെയിൻഡ് മൈ ആങ്കിൾ വൈൽ ജോഗിങ്. സ്പ്രെയിൻഡ് എന്ന് പറഞ്ഞാൽ, സ്പ്രെയിൻ എന്ന് പറഞ്ഞാൽ ഉളുക്ക് വീഴില്ലേ, അതാണ് സ്പ്രെയിൻഡ്. ഐ സ്പ്രെയിൻഡ് മൈ ആങ്കിൾ വൈൽ ജോഗിങ്. ജോഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കാലും ഒന്ന് ഉളുക്കി. ഇറ്റ്സ് പെയിൻഫുൾ ബട്ട് ഗെറ്റിംഗ് ബെറ്റർ. അത് ഭയങ്കര വേദനയുണ്ട്, പക്ഷെ എന്തായാലും ഭേദമായിക്കൊണ്ടിരിക്കുകയാണ്. ഇറ്റ്സ് പെയിൻഫുൾ, വളരെ വേദനയുണ്ട്, ബട്ട് ഗെറ്റിംഗ് ബെറ്റർ, നന്നായി മാറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ പറയാം. ഐ വാസ് ഡൗൺ വിത്ത് എ ഫീവർ ഫോർ എ ഫ്യൂ ഡേയ്സ്. കുറച്ച് ദിവസമായിട്ട് ഞാൻ പനിയായിട്ട് കിടപ്പിലായിരുന്നു. ഇപ്പൊ പനിയായിട്ട് കിടപ്പിലായിരുന്നു എന്ന് എങ്ങനെ പറയണം എന്ന് അറിയാതെ, ഇംഗ്ലീഷിൽ എങ്ങനെ പറയണം എന്ന് അറിയാതെ നമ്മൾ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ അവരൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഇത് നിങ്ങൾക്ക് വളരെ ഉപയോഗപ്പെട്ടു ഈ ഒരു സെന്റൻസ് എങ്കിൽ. കാരണം നിങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഐ വാസ് ഡൗൺ വിത്ത് ഫീവർ ഫോർ എ ഫ്യൂ ഡേയ്സ് ബട്ട് ഐ ആം ഫൈൻ നൗ. ഇപ്പൊ പക്ഷെ കുഴപ്പമില്ല, സുഖമായി. ബട്ട് ഐ ആം ഫൈൻ നൗ. അപ്പോൾ നേരത്തെ പനിയായിട്ട് കിടപ്പിലായിരുന്നു, പക്ഷെ ഇപ്പോ ഐ ആം ഫൈൻ നൗ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അവരെന്താ വൈകിയത് എന്ന് ചിലപ്പോൾ നമ്മളെടുത്ത് ആരെങ്കിലും ഇംഗ്ലീഷിൽ ചോദിക്കാന്ന് വിചാരിക്കാം. വൈ വേർ ദേ ലേറ്റ്? അപ്പൊ നമ്മൾ എന്തുത്തരം പറയും? നമുക്ക് പറയാം, ഭയങ്കര ട്രാഫിക് ആയിരുന്നു, മഴയത്ത് അവർ പെട്ടുപോയി, അങ്ങനെ ഇങ്ങനെയൊക്കെ നമുക്ക് പറയേണ്ടി വരില്ലേ? അപ്പൊ നോക്കിക്കോളൂ. ദേ ഗോട്ട് സ്റ്റക്ക് ഇൻ ഹെവി ട്രാഫിക് ഓൺ ദി ഹൈവേ. ഹൈവേയിൽ ഭയങ്കര കനത്ത ട്രാഫിക്കിൽ അവർ പെട്ടുപോയി. ദേ ഗോട്ട് സ്റ്റക്ക്.